വെറും 670 രൂപ കൊടുത്തു കഴിഞ്ഞാൽ വൈക്കത്തുനിന്ന് നമ്മുടെ ഈ തമിഴ്നാടിൻ്റെ SCTC കമ്പനി കയറിയിട്ട് നമുക്ക് വേളാങ്കണ്ണിക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടേ. നമ്മൾ വൈക്കംകാർ ഇവനെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ടിക്കറ്റൊക്കെ ഓൾമോസ്റ്റ് എപ്പോഴും ഫുള്ളാണ്. 670 രൂപയ്ക്ക് സീറ്ററും 930 സ്ലീപ്പറും. അങ്ങനെ രാവിലെ 7:30 ആകുമ്പോൾ വണ്ടി നമ്മുടെ വേളാങ്കണ്ണിയിലെത്തും. തിരിച്ച് 4 മണിക്ക് വണ്ടി ഇവിടുന്നുണ്ട് കേട്ടോ നമ്മുടെ വൈക്കത്തിനും. ഈ ഒരു യാത്ര ഞാൻ ഒറ്റയ്ക്ക് പ്ലാൻ ചെയ്തതാണ്. പക്ഷേ എൻ്റെ ഈ 3 സുഹൃത്തുക്കളും അപ്പോൾ ഒപ്പം കൂടി. ടിക്കറ്റും അവൈലബിൾ അല്ലായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് ഞങ്ങൾ പ്ലാനൊന്ന് മാറ്റി ഞങ്ങൾ കാറിൽ വേളാങ്കണ്ണിക്ക് വെച്ച് പിടിച്ചു. ഈ booking.comൻ്റെ വെബ്സൈറ്റിൽ കൂടി ഞാനിവിടെ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു 4 പേർ കൂടി താമസിക്കാൻ വേണ്ടിയിട്ട്. ഒരു ഹോം സ്റ്റേ ആണ്. AC 3800 രൂപയായിരുന്നു അന്ന് ചാർജ് ഓൺലൈൻ വന്നത്. കാണുന്നതല്ല കേട്ടോ. ആ ഒരു ഹോം സ്റ്റേയിലെ റൂമുകളെന്ന് പറയുന്നത് ഫോട്ടോയിൽ കണ്ടതൊന്നും അല്ലായിരുന്നു. ഭയങ്കര ടെറിഫിക് ആയിരുന്നു. റൂം ഇവിടെ വന്ന് നേരിട്ട് ബുക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു. കാരണം ഈ ഒരു സ്ട്രീറ്റ് മുഴുവൻ, ഈ ഒരു ഏരിയ മുഴുവൻ ഇതുപോലുള്ള ഹോട്ടലുകളും ഹോം സ്റ്റേയും അതുപോലെ പല റേറ്റിലുള്ള. നമ്മളിവിടെ വന്ന് ഇറങ്ങുമ്പോഴേ കുറേ പേര് നമ്മളോട് റൂം വേണമെന്നൊക്കെ ഒന്ന് ചോദിക്കും. അപ്പം നമ്മൾ കണ്ട ശേഷം ഒരു 2000 രൂപയൊക്കെ മുടക്കിയാൽ നല്ല ഡബിൾ ബെഡ്റൂം കിട്ടും. AC സ്ട്രീറ്റിൽ 500 രൂപ മുതൽ റൂമുകൾ അവൈലബിൾ ആണ്. പക്ഷേ വൃത്തിയാണ് ഏറ്റവും വലിയ പ്രശ്നം. റൂം എടുത്തത് ഈ കാണുന്ന 4 സീസൺ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ്. ഈ ചർച്ച് വ്യൂ എന്നുള്ള ഹോട്ടലിലെ റൂമുകളും നല്ലതാണ്. വലിയ തിരക്കേടില്ലാത്ത ഹോട്ടലാണ്. 5000 രൂപയാണ് ഇവിടെ 4 പേർക്ക് താമസിക്കാവുന്ന റൂമിന് റെന്റ് വരുന്നത്. കൂടാതെ റെസ്റ്റോറൻ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള റൂമുകൾ. AC ഉണ്ട്. ഏകദേശം 550 കിലോമീറ്ററോളം ഒറ്റ സ്ട്രെച്ച് യാത്രയായതുകൊണ്ട് ഞങ്ങൾ വിസിറ്റിംഗ് രാത്രിയിലോട്ട് മാറ്റി. ഇപ്പോൾ ടൈം ഏകദേശം 7 മണിയൊക്കെ ആയി. നമ്മുടെ പള്ളിയിൽ നിന്ന് നമ്മുടെ ഹോട്ടലിലോട്ട് അത് ഇത്രയും ഡിസ്റ്റൻസേ ഉള്ളൂ. നടന്നു പോകാനുള്ള ദൂരം മാത്രമേ വരുന്നുള്ളൂ. ഏകദേശം 1 കിലോമീറ്ററുള്ള ഡിസ്റ്റൻസ്. ഈ നടുക്ക് മണലിട്ട വഴിയിലൂടെ ഒരുപാട് പേര് മുട്ടിലഴഞ്ഞും അതുപോലെ അടിനേർച്ച നടത്തിയൊക്കെ പോകുന്നുണ്ട്. ഞാനിവിടെ വന്ന് നമ്മുടെ ഇലക്ഷൻ്റെ റിസൾട്ടിൻ്റെ ദിവസമാണ്. അതുകൊണ്ട് ഇവിടെ വലിയ തിരക്കുകളില്ല. അപ്പോൾ പ്രധാനമായിട്ടും ഇവിടെയുള്ള 2 പള്ളികൾ, അതായത് നമ്മുടെ മോർണിംഗ് സ്റ്റാർ ചർച്ചും അതുപോലെ തന്നെ മാതാവിൻ്റെ പള്ളിയും. നമുക്ക് ക്യാമറ യൂസ് ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. എന്നാലും വിശ്വാസികൾ പ്രാർത്ഥിക്കുന്ന ഇടയിലോട്ട് നമ്മൾ ഈ ക്യാമറയൊക്കെ ആയിട്ട് പോകുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ അധികം വിഷ്വൽസ് ഇതിനകത്തുള്ളത് എടുത്തിട്ടില്ല. ഇവിടെ വന്നൊന്ന് പ്രാർത്ഥിക്കണമെന്ന് ഒരുപാട് നാൾ മുതൽ, സത്യം പറഞ്ഞാൽ 10ാം ക്ലാസ് തൊട്ട് മനസ്സിലാലോചിക്കുന്നതാണ്. ഇതിനെല്ലാം കാരണക്കാരനായ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കുറേ കഥകൾ. അപ്പോൾ അതിൽ കൂടി എനിക്ക് ഈ സ്ഥലങ്ങളൊക്കെ നല്ലോണം പരിചിതമാണ്, കണ്ടിട്ടില്ലെങ്കിലും. പിന്നെ ഈ ഒരു ആരാധനാലയത്തിലെ എങ്ങനെയാണ് ആരാധനാ രീതികൾ, അതിനെന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളുണ്ടോ അതിനെക്കുറിച്ചിട്ടൊന്നും ഞാൻ വിവരിക്കുന്നില്ല. കാരണം എനിക്കതൊന്നും അറിഞ്ഞുകൂടാ. അതിനെക്കുറിച്ചിട്ട് ആധികാരികമായിട്ട് പറയാൻ അറിയുന്നവരുണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത പോകുന്നവർക്ക് അതൊരു ഹെൽപ്ഫുൾ ആവും. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പള്ളിയുടെ പുറകിലെ ബീച്ചിലോട്ട് വിസിറ്റ് ചെയ്യാം. അപ്പോൾ ഈ കാണുന്ന സ്ട്രീറ്റ് ഇവിടെ നല്ല കാഴ്ചകളാണ് കേട്ടോ. നമ്മുടെ വൈക്കത്തഷ്ടമി പോലെ ഉണ്ടല്ലേ? കറക്റ്റ്. എനിക്കിത് കണ്ടപ്പോൾ നമ്മുടെ വൈക്കത്തഷ്ടമി ഓർമ്മ വന്നത്. പക്ഷേ ഒരു കാര്യം, നമ്മൾ ഫുഡ് ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ വൃത്തി എന്നുള്ള കാര്യം ചെറുതായിട്ടൊന്ന് കോംപ്രമൈസ് ചെയ്യണം. ഇവിടുത്തെ ബീച്ചിലോട്ട് എത്തിയാൽ പ്രധാനമായിട്ടുള്ള ഫുഡെന്ന് പറയുന്ന ഫിഷാണ്. അപ്പോൾ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഫിഷ് ഇതിനകത്ത് എടുത്ത് അവർ വറുത്ത് തരും. ഒരുപാട് കടകളുണ്ട് കേട്ടോ അതുപോലത്തെ. ഇവിടെ ഒരു ആവറേജ് മലയാളിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായുള്ള കാര്യങ്ങളാണ്. കാരണം ഫിഷിനകത്തൊക്കെ നമ്മൾ വേറെ സൈഡ് ഡിഷുകളൊന്നും മേടിക്കണ്ട. നമുക്ക് ഈച്ച, കൊതുക്, പ്രാണി, അതുപോലെ നല്ല മീൻ വെട്ടിയ സ്മെല്ല്, ഇതെല്ലാം എൻജോയ് ചെയ്തിരുന്ന് ഭക്ഷണം കഴിക്കാം. കുറേ ഇതിനകത്ത് നടന്നെങ്കിലും എനിക്ക് എൻ്റെ മനസ്സ് സമ്മതിച്ചില്ല. അവസാനം തമ്മിൽ പേദൻ തൊമ്മൻ എന്ന് തോന്നിയ ഒരു കടയിൽ വന്ന് കയറി. ഞാനത് പറയാൻ കാര്യം വേറൊന്നും കൊണ്ടല്ല. ഈ ഒരു കടയിൽ ഇതാ നോക്കിയേ, ഒരു ചില്ലുകൂടുണ്ട്. അതിനകത്താണ് മീനെ അടച്ചു വെച്ചേക്കുന്നത്. അപ്പം ഞാൻ കാണിച്ചു കൊടുത്ത 3 മീനെ അവരെടുത്തു. എന്നിട്ട് അവർ ലൈവായിട്ട് തന്നെ അവിടെ ഇട്ട് കട്ട് ചെയ്തു. സെറ്റിൽ എന്തോ മസാലയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് തവയിലാണ് ഇവരിത് വറുത്തെടുക്കുന്നത്. സംഗതി കാണാൻ ലുക്കൊന്നും ഇല്ലെങ്കിലും വിലയുടെ കാര്യത്തിൽ ഈ 2 മീനിനും കൂടി 250 രൂപയോളമാണ് ആയത്. ഒന്നും മേടിച്ച് തിന്നണ്ടെന്നേ ഞാൻ പറയുള്ളൂ. റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഒരു ഉത്സവപ്പറമ്പ് പോലെ ബീച്ച് നല്ല ക്രൗഡഡ് ആണ്. ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഈ തിരക്കറിഞ്ഞത്. പിള്ളേർക്ക് കളിക്കാനുള്ള ടോയ്സും അതുപോലെ ഗെയിംസും അതുപോലെ ടാറ്റൂയിങ്ങും. അത് ആ ഒരു അണ്ണനിരുന്ന് നല്ല താളത്തിൽ കൊത്തുപൊറോട്ട ഉണ്ടാക്കുന്നുണ്ട്. നല്ല താളത്തിലാണ് കേട്ടോ പുള്ളി കൊട്ടുന്നത്. ഞാൻ കേൾപ്പിക്കാം. ഈ ഒരു ഐറ്റം നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താ പേര്, പാൽഗോവ എങ്ങനെ കണ്ടുമാണ്. അപ്പം ഇത് ഞാൻ ഷുഗർ കട്ട് ആയതുകൊണ്ട് ആശാൻ്റെ വായി വെച്ച് കൊടുത്തു. ഇത് എനിക്ക് തോന്നുന്നത് എന്തോ പുട്ടാന്ന് തോന്നുന്നു. എന്തൊക്കെയോ പൊടികൾ അവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അത് അതിനകത്താക്കിയിട്ട് നമ്മുടെ ആവിയിൽ പുഴുങ്ങിയെടുക്കുവാണ്. അതുപോലെ കുറേ ഐറ്റംസൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ ഇഡ്ഡലി, ദോശയൊക്കെ ലൈവായിട്ട് അവർ ചുട്ടു കൊടുക്കുന്നുണ്ട് റോട്ടിൽ സൈഡിലായിട്ട് തന്നെ ഇരുന്ന്. SCTCയുടെ ബസ്സിന് വരുന്നവർക്കാണെങ്കിൽ ഇവിടെ വന്നിറങ്ങാം. ഞാൻ ബസ്സിൻ്റെ ലൊക്കേഷൻസും ഉള്ള ടൈമിങ്ങുകളും എല്ലാം ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്തേക്കാവേ. ഇവിടുന്ന് നിങ്ങൾ ഒരു ദിവസത്തെ കൂടുതൽ ടൂർ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ 155 രൂപ മുടക്കി കഴിഞ്ഞാൽ 97 കിലോമീറ്റർ ഉണ്ട് തഞ്ചാവൂരി എല്ലാം. അവിടെ ഒരുപാട് കാഴ്ചകളുണ്ട്. നല്ല രസമുള്ള ഒരു ബഡ്ജറ്റഡ് യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തഞ്ചാവൂരത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇന്ന് ഞാൻ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഓൾ.